കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. ശിഷ്യന്മാരിങ്ങനെ വഴിയിൽ വെച്ച് തർക്കിക്കുന്നതൊക്കെ യേശു മനസ്സിലാക്കി. യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ എന്താണ് വഴിയിൽ വെച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം തർക്കം എന്താണ്? ആരാണ് വലിയവൻ? ആരെയാണ് യേശു തിരഞ്ഞെടുക്കുന്നത്? ആരാണ് വലിയവൻ? ഇവിടെയും നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്ന, പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ ആരാണ് വലിയവൻ? ആരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്? എനിക്കാണ് കൂടുതൽ കൃപ കിട്ടിയത്, ഞാനാണ് വലിയവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മുമ്പിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല. യേശുവിനെ അറിയുന്നവനാണ് യേശുവിൻ്റെ മക്കൾ. ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന ഒരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യയിൽ നിർത്തിക്കൊണ്ട് പറയാം, ഈ ശിശുവിനെ പോലെ നമ്മളാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴും നമുക്ക് എന്തുണ്ടാകും? നമുക്ക് ആ ശിശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള നല്ലൊരു കൃപ കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മറ്റുള്ളവരുടെ കെട്ടുകളെ പൊട്ടിക്കണം, ബന്ധനാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്ന മക്കളായി മാറണം. നമ്മൾ വീട്ടിലിരിക്കാനല്ല കർത്താവ് വിളിച്ചത്. ലോകമെങ്ങും പോയി നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് വിളിച്ചെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാം, യേശുവിൻ്റെ വിശ്വാസത്തിൽ നിലനിൽക്കാം. വിശ്വാസം എന്നാൽ യേശു എന്നോടൊപ്പം ഉണ്ട് എന്ന പൂർണ്ണതയിലേക്ക് നാം വരാൻ വേണ്ടിയാണ്. വിശ്വസിക്കുന്നവനാണ് ദൈവമഹത്വം ദർശിക്കുന്നത്. ഹല്ലേലൂയ. പിതാവായ ദൈവമേ, എൻ്റെ വാത്സല്യ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെവിടെ ഇരുന്നാലും അവരുടെ മേൽ അങ്ങയുടെ ശക്തമായ കരം നീട്ടണമേ. അവർ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആ പ്രാർത്ഥന ആവശ്യങ്ങളിൽ കർത്താവ് മതിയായവനാണ്. കർത്താവേ, അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തി കൊടുക്കണമേ. അപ്പാ, മാറ്റമില്ലാത്ത അങ്ങയുടെ സ്നേഹം കൊണ്ട് കർത്താവേ, ആ മക്കളെ എല്ലാം നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധകര ആ മക്കളുടെ മേൽ ഇരിക്കണമേ. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ മധ്യസ്ഥം വഹിക്കുമ്പോൾ എൻ്റെ കർത്താവിന് അവരുടെ മേൽ അലിവ് തോന്നുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവെ, ആ വ്യക്തി ജീവിതങ്ങളുടെ മേൽ അലിവ് തോന്നി അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളോടൊപ്പം ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.